നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഗവർണർ. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നത്തെ യോഗാദിന പരിപാടിയിലും രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഗവർണറുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികളെ നിയോഗിക്കും എന്ന വാർത്ത രാജ്ഭവൻ തള്ളി. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചടങ്ങിൽ RSSന്റെ ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. മന്ത്രിയുടെ നടപടി പ്രോട്ടോകോൾ ലംഘനമെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഗവർണർ നേരിട്ടറിയിക്കും. രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാമെന്ന് അറിയിച്ചതായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അവകാശപ്പെട്ടിരുന്നു. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നും അല്ലല്ലോ. ഇത്തരം ഉറപ്പ് സർക്കാരിന് നൽകിയില്ലെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത്. ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകരുമായ P. ശ്രീകുമാർ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാകാം ഔദ്യോഗിക അറിയിപ്പായി മുഖ്യമന്ത്രി കണക്കാക്കിയതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്ഭവൻ ആതിഥ്യമരുളുന്ന ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും. സത്യപ്രതിജ്ഞ പോലെ ഉദ്ഘാടനം ആവശ്യമില്ലാത്തവയ്ക്ക് ചിത്രം വെക്കില്ല. ഔദ്യോഗിക പരിപാടി രാജ്ഭവനിൽ വേണോ പുറത്തു വേണോ എന്ന് സർക്കാരിന് നിശ്ചയിക്കാം. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടി സർക്കാർ ചടങ്ങായിരുന്നില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിനിടെ കോഴിക്കോട്ടെത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ BJPയുടെ പ്രതിഷേധ പരമ്പര. BJP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. +1 സീറ്റ് വിഷയമുയർത്തി KSUവും MSFും പ്രതിഷേധിച്ചു. എന്നാൽ പ്രതിഷേധങ്ങൾ പ്രശ്നമല്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. പ്രതിഷേധവുമായി BJPയും യുവമോർച്ചയും, തടയാനെത്തിയ SFI പ്രവർത്തകർ, സംഘർഷം, അറസ്റ്റ്. കലുഷിതമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോഴിക്കോട് സന്ദർശനം. മന്ത്രിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ SFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധവുമായി BJP ജില്ലാ നേതാക്കൾ രംഗത്തെത്തി. പിന്നെ പോലീസുമായി വാക്കുതർക്കം. തൊട്ടു പിന്നാലെ മന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്കൂളിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വൈകുന്നേരം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരെത്തി. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധങ്ങളിൽ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ നല്ലൊരു ശതമാനം BJP RSSന്റെ പ്രതിഷേധം അതിജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് പ്രശ്നമല്ല. +1 സീറ്റ് വിഷയം ഉയർത്തിക്കാട്ടി KSUവും MSFും മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. 24 കോഴിക്കോട്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സംസ്ഥാന BJPക്കുള്ളിൽ ആശയക്കുഴപ്പം. കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയുമായി BJPയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJP ഫ്ലെക്സിൽ ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാക്കി. 2 പതാകകളെയും ബഹുമാനിക്കുന്നു എന്നാണ് BJPയുടെ വിശദീകരണം. ഗവർണർ ഉയർത്തിവിട്ട ഭാരതാംബ ചിത്ര വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട BJPക്കു പക്ഷേ ചിത്രത്തെ ചൊല്ലി ആശയക്കുഴപ്പം. BJP ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്ററിലെ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക. അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷം.
സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിനു മുന്നിലെ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ വീണ്ടും കാവിക്കൊടിയേന്ത്യ ഭാരതാംബ. പതാകയെ ചൊല്ലി BJPക്ക് ആശയക്കുഴപ്പമില്ലെന്ന് വി മുരളീധരൻ. ചങ്കിൽ ചൈനയുള്ളവരാണ് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെ എതിർക്കുന്നതെന്നും വിമർശനം. BJPക്കകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല. BJP ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിലാണ്. ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വ്യാമോഹമാണ് CPIM-നെന്ന് കെ സുരേന്ദ്രൻ. ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാം എന്നുള്ള വ്യാമോഹമാണ് LDF മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും ഇപ്പോഴുള്ളത്. ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കാവിക്കൊടിയെ ദേശീയ പതാകയാക്കണമെന്ന BJP നേതാവ് N ശിവരാജൻ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെയും ശിവരാജന്റെ അധിക്ഷേപ പരാമർശമുണ്ടായി. ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേണമെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ, CPM വേണമെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ. അവർ കാണുന്ന ഹറാമ്. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്, ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക ഉയർത്തുന്നത് നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെട്ടു. പരാമർശത്തിൽ N ശിവരാജനെതിരെ പരാതിയുമായി കോൺഗ്രസ് രംഗത്തെത്തി. രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇറാൻ ഇസ്രയേൽ സംഘർഷം 9ാം ദിവസവും രൂക്ഷമായി തുടരുകയാണ്. ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രയേൽ, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹൈഫയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു. സംഘർഷത്തിനിടെ ഇറാനിലെ സെംനാനിൽ ഭൂചലനമുണ്ടായി. ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. ഇറാനിലെ ഖോമിലെ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ സയ്യിദ് ഇസാദി കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് അവകാശപ്പെട്ടു. IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ബഹ്നാം ഷഹരിയാരിയും കൊല്ലപ്പെട്ടു. പിന്നാലെ തങ്ങൾ വിജയിക്കാൻ പോവുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസിന് യുദ്ധസന്നാഹം ഒരുക്കിയത് ഇസാദി ആയിരുന്നുവെന്നും കട്സ് ആരോപിച്ചു. ഖോമിലെ ബഹുനില വാസകേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഇസ്രയേലിലെ ഹൊളോണിൽ ഇറാന്റെ ആക്രമണത്തിൽ ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇറാനിലേക്ക് പുതിയ ആക്രമണങ്ങൾ ആരംഭിക്കുകയാണെന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ആക്രമണമുണ്ടായത്. സംഘർഷത്തിനിടെ ഇറാനിൽ ഭൂചലനമുണ്ടായി. സെംനാനിലാണ് റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ബഹിരാകാശ നിലയവും മിസൈൽ കോംപ്ലക്സുമുള്ള നഗരമാണ് സെംനാൻ. ഭൂചലനത്തെ തുടർന്ന് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന അഭ്യൂഹവും ശക്തമാവുകയാണ്. US ഇറാൻ ആണവ ചർച്ചകൾ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതെന്ന് തുർക്കി പ്രസിഡന്റ് വിമർശിച്ചു. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും തുർക്കി ആഹ്വാനം ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ GCC രാജ്യങ്ങൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ ആശങ്കയറിയിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷം 9ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിൽ 639 പേരും ഇസ്രയേലിൽ 25 പേരും മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെ മഷദിൽ നിന്ന് ഇന്ത്യക്കാരുമായുള്ള 2ാമത്തെ വിമാനം ഡൽഹിയിലെത്തി. 256 പേരാണ് സംഘത്തിലുള്ളത്. മലപ്പുറം സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥി ഫാദിലയും മടങ്ങിയെത്തി.
പിന്നെ ഒരാഴ്ച കൂടുതലായല്ലോ ഇപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടായിട്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവായതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്രകാരം ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് ബ്ലോക്ക് ആവും. അത് കാരണം അപ്പോൾ പിന്നെ ഇടയ്ക്ക് ബ്ലാസ്റ്റുകൾ കാണുന്നുണ്ട്, അവരും ഫോട്ടോ അയക്കുന്നുണ്ട്, ബ്ലാസ്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തിയ സ്ഥിതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു സിറ്റിയിൽ വേറെ സിറ്റിയിലേക്ക് പോകുമ്പോഴും ആശങ്കയുണ്ടായിരുന്നു, ചെക്ക് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആശങ്കയുണ്ടായിരുന്നു. അവർ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നും കൂടി ആകുമ്പോൾ അവർ കിട്ടുന്ന ഇൻഫർമേഷൻ ഇവിടുന്ന് അവർ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞു. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇറാനിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി. ഇപ്പോൾ തുടക്കത്തിൽ വിദ്യാർത്ഥികളെയും കൊണ്ടുള്ള വിമാനങ്ങൾ, കൂടുതൽ വിമാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. അച്യുതൻ പറയൂ. അനുജ, ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ആ ഒരു കണക്കിലെടുത്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് മഷാദിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനമാണ് 4:30 വൈകിട്ട് 4:30 ഡൽഹിയിലെത്തിയത്. അതിൽ 256 വിദ്യാർത്ഥികളാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. അതിൽ ഭൂരിഭാഗവും കശ്മീരിൽ നിന്നുള്ളവരാണ്. എന്തായാലും ഇന്ന് ഈ 4:30 സംഘത്തിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. മലപ്പുറം സ്വദേശിനി ആയിട്ടുള്ള ഫാദില ആണ് ഉണ്ടായിരുന്നത് എന്നും ആ കുട്ടി ആ വിദ്യാർത്ഥി അല്പം മുൻപാണ് എയർപോർട്ട് വിമാനത്താവളത്തിന് പുറത്തേക്ക് പോയത്. ആ വിദ്യാർത്ഥിയുടെ പിതാവ് ഇവിടെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മകളെ സ്വീകരിക്കുകയും അവർ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ്. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആ വിദ്യാർത്ഥി തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുടെ പ്രതികരണം നമ്മൾ തേടി. ആ ഘട്ടത്തിൽ അവർ അറിയിക്കുന്നത് അവർ പുറപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർ നിന്നിരുന്ന ഇടങ്ങളിൽ ആ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ എംബസി അവരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ പൂർണ്ണ സഹായം ലഭിച്ചു എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. മഷ്ഹദിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നലെ രാത്രി 11:30 ഡൽഹിയിലെത്തിയത്. അതിൽ ഏതാണ്ട് 290 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള വിമാനം ഇന്ന് 3 മണിക്കും എത്തുകയുണ്ടായി. എന്തായാലും ഇന്ന് രാത്രി ഒരു വിമാനം കൂടി മഷ്ഹദിൽ നിന്ന് എത്തുന്നുണ്ട്. മഷ്ഹദിൽ നിന്നുള്ള വിമാനങ്ങൾ, ഇന്ത്യക്കാരുമായുള്ള കൂടുതൽ വിമാനങ്ങൾ എത്തുകയാണ്. അല്പസമയം മുൻപ് ഒരു വിമാനം എത്തി, അതിലൊരു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേള എടുത്തതിന് ശേഷം. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഇനി നിലമ്പൂരിലേക്കാണ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടി വിജയപ്രതീക്ഷ ഉറപ്പിക്കുകയാണ് മുന്നണികൾ. ഭരണവിരുദ്ധ വികാരം ട്രെൻഡാകുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് 24-നോട് പറഞ്ഞു. വോട്ട് കണക്കുകളെ ഗൌരവത്തിലെടുക്കാറില്ലെന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു. നിലമ്പൂർ ആർക്കൊപ്പം നിന്നുവെന്നറിയാൻ ഒരൊറ്റ ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. UDF ക്യാമ്പിന്റെ അവസാന കണക്കുകൂട്ടൽ ഇപ്രകാരമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ 15,000 വരെ ഭൂരിപക്ഷം എത്തും. കടുത്ത പോരാട്ടമാണെങ്കിൽ പോലും ഭൂരിപക്ഷം 8,000-ൽ കുറയില്ല. ഏറ്റവും കൂടുതൽ ലീഡ് വഴിക്കടവിൽ നിന്ന്. മൂത്തേടത്ത് നിന്ന് 3,000 വോട്ട് വരെയും VV പ്രകാശിന്റെ നാടായ എടക്കരയിൽ നിന്ന് 1,500 വോട്ടിന്റെയും ലീഡുണ്ടാകും. ചുങ്കത്തറയിൽ 1000 മുതൽ 1,500 വോട്ട് വരെ ലീഡ്. നിലമ്പൂർ നഗരസഭയും ഇപ്രാവശ്യം കയ്യിലൊതുങ്ങും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലീഡ് ചെയ്യാത്ത ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അമരമ്പലവും കരുളായും ചുങ്കത്തറയും പോത്തുകല്ലും ഒക്കെ ലീഡ് ചെയ്യും. ഒന്ന്, ഭരണവിരുദ്ധ വികാരം വളരെ നന്നായിട്ട് ആൻറ്റി ഇൻകംബൻസീവ് ഉണ്ട്. കരുളായി, അമരമ്പലം, പോത്തുകൽ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് LDF വിലയിരുത്തൽ. അമരമ്പലം 2016 മുതൽ LDFന് നല്ല ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്താണ്. UDFിലെ ഭിന്നത LDFന് വോട്ടായി മാറിയെന്നാണ് CPIM ക്യാമ്പ് പറയുന്നത്. പ്രതീക്ഷകളുമായി എം സ്വരാജും 24-നോട് മനസ്സ് തുറന്നു. ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയി. ജനങ്ങളുടെ മുൻപാകെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ വലിയ പിന്തുണയാണ് അതിന് നൽകിയത്.
സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു കരുതുന്നു. ഇടതുപക്ഷം മികച്ച നിലയിൽ നിലമ്പൂരിൽ വിജയിക്കും എന്ന പ്രതീക്ഷയുടെയും അടിസ്ഥാനം അതാണ്. PV അൻവറും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് വഴിക്കടവിൽ നിന്ന്. ആദ്യം വോട്ടെണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലായതുകൊണ്ട് തന്നെ വോട്ടെണ്ണി തുടങ്ങി ആദ്യ മണിക്കൂറിൽ ട്രെൻഡ് വ്യക്തമാകും. 20,000-ൽ താഴെ വോട്ട് കുറയില്ലെന്ന് അൻവറും പറയുമ്പോൾ BJP 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. ടീം 24 നിലമ്പൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാൻ LDF. മുന്നണി വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. PV അൻവറിന് മുന്നിൽ LDFന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. മൂന്നാമതും ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന CPIM ജനകീയ അടിത്തറ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നത്. ഞങ്ങളെല്ലാ വ്യക്തികളെയും പാർട്ടികളെയും എല്ലാം യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി അനുസരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗം വ്യക്തികൾക്കാവാം, പ്രസ്ഥാനങ്ങൾക്കാകാം, സംഘടനകൾക്കാകാം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇതിനകത്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമാണ്. ആ വിപുലീകരണത്തിന് വേണ്ടി സാധ്യമായ നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നത്. മുന്നണി വിപുലീകരണത്തിൽ ശ്രമിക്കുമ്പോഴും PV അൻവറിനെ വേണ്ട എന്നാണ് LDF തീരുമാനം. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതല്ല, അദ്ദേഹം മുന്നണി വിട്ടുപോയതാണ്. ആ നിലപാട് അദ്ദേഹം തുടരുന്നു. ആ നിലപാട് അദ്ദേഹം തുടരുന്നത് കൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്ന് മുന്നണി തീരുമാനിച്ചു. മുന്നണി വിപുലീകരിക്കണമെന്ന കൺവീനറുടെ പ്രതികരണത്തോട് കേരള കോൺഗ്രസ് M യോജിച്ചു. നമുക്ക് നമ്മുടെ നിലപാടിനോടും നമ്മുടെ നയമായിട്ടുള്ള പരിപാടികളോടും യോജിച്ചു പോകുന്നവര് ഇടതുപക്ഷത്തേക്ക് ഞങ്ങളുടെ വാതിൽ തുറന്നതാണ്. മനസ്സിലായില്ല. ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വളരെയധികം നേതാക്കന്മാർ പ്രാദേശികമായി മറ്റു മുന്നണികളോട് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും വന്നു. മുന്നണി വികസിപ്പിക്കാൻ താല്പര്യം പ്രകടമാക്കുമ്പോഴും ആരെ കൂടെ കിട്ടുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൽ നടക്കുന്ന തർക്കത്തിലാണ് നേരിയ പ്രതീക്ഷ. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വാൽപ്പാറയിൽ പുലി പിടിച്ച 6 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയെയാണ് വീടിന്റെ വാതിൽപ്പടിയിൽ നിന്ന് പുലി പിടികൂടിയത്. പാറയിടുക്കിൽ നിന്നാണ് 6 വയസ്സുകാരിയുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വാൽപ്പാറ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പച്ചമല തേയിലത്തോട്ടത്തിന് നടുവിലെ പാടിയുടെ മുറ്റം റോഷ്നി കളിയിടമാക്കിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. നാട് വിട്ടു വരാൻ ഇഷ്ടമില്ലായിരുന്നു. അമ്മ പണിയെടുക്കുന്നിടം. അമ്മയ്ക്കൊപ്പം കഴിയാനുള്ള കൊതികൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് വാൽപ്പാറയിലെത്തി. മുറ്റത്തെ പൈപ്പിൽ നിന്നെടുത്ത വെള്ളം അടുക്കളയിലെ പാത്രത്തിൽ നിറയ്ക്കാൻ അകത്തേക്ക് കയറിയതാണമ്മ. വെള്ളം നിറങ്ങിക്കളയുന്നുണ്ടോ എന്നറിയാൻ വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കിയതേയുള്ളൂ റോഷ്നി. തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി 6 വയസ്സുകാരിയെ പിടികൂടി വലിച്ചിഴച്ചു. പുലി കാണാമറയത്ത്. இது என்னன்னா வடமாநிலத்துக்காரங்க வந்து அந்த இறைச்சி எல்லாம் பக்கத்திலே வீட்டுக்கு பக்கத்திலே போடுறதுனால சிறுத்தைகளும் வந்துடுது. அடர்ந்த வனப்பகுதியாக இருக்கிறதுனால சுற்று பாதுகாப்பு இல்லாத சூழ்நிலையில் വീട്ട് അരികെ വന്ന് സിർത്ത യാന ഇത് വന്നിരുന്നു. രാത്രി മുഴുവൻ തിരച്ചിൽ. രാവിലെ ഡോഗ് സ്ക്വാഡ് അടക്കം വൻ സംഘമെത്തി. കിലോമീറ്ററുകൾക്കപ്പുറം പാറയിടുക്കിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ പാതി ഭക്ഷിച്ച മൃതദേഹം കണ്ടെത്തി. நைட்டு ஃபுல்லாக 12 மணி மட்டும் தேடி ஒன்றும் கிடைக்கல. அதுக்கப்புறம் காலையில் போகும்போது நாங்கள் எல்லாம் பார்த்தோன்னா இப்போ மோப்பநாயெல்லாம் கூட்டிகிட்டு போனாங்க. அப்பயே ஒன்றும் ரிசல்ட் ஒன்றும் தெரியல. அதுக்கப்புறம் மோப்பநாய்க்கு சாப்பாடு கொடுக்கணுன்ட்டு அவங்க வந்துட்டாங்க. வந்ததுக்கப்புறம் எல்லாரும் ஆளு மேருமா சேர்ந்து எல்லாம் மொத்தமாக காட்டுக்குள்ளே போகலாம் அப்படின்னா நானும் எங்கள் அண்ணனும் போகும்போது பாடி இருந்துச்சு. ரோட்லேருந்து ஒரு 300 மீட்டருக்கு முன்னாடியே தான் இருந்துச்சு பாடி. அதில் வந்துட்டு தலை இருந்துச்சு, ஒரு கால் 2 கை, உடம்புக்கு கீழே எதுவுமே இல்லை, எல்லாமே சாப்பிட்டுருச்சு. വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റോഷ്നിയുടെ മൃതദേഹം അച്ഛൻ്റെ കൈയിലേക്ക്. നാടുകാണാൻ കൊതിച്ചവൾക്ക് വാൽപ്പാറയിലെ പൊതുശ്മശാനത്തിൽ ഇനി അന്ത്യവിശ്രമം. വാൽപ്പാറയിൽ നിന്ന് സുരജ് സജി, 24. വീണ്ടും വാർത്താസന്ധിയിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ചാഞ്ചാടി സ്വർണ്ണവില. ഏറിയും കുറഞ്ഞും നിൽക്കുന്ന വില സ്വർണ്ണ വിപണിയിൽ അസ്ഥിരത സൃഷ്ടിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞെങ്കിലും സംസ്ഥാനത്ത് ഇന്ന് പവന് 200 രൂപ കൂടി.
ഇസ്രായേൽ ഇറാൻ സംഘർഷം, അമേരിക്ക പലിശനിരക്ക് നിലനിർത്തിയത് എന്നിവയുൾപ്പെടെ വില കൂടാൻ കാരണങ്ങളുണ്ടെങ്കിലും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3,400 കുറഞ്ഞാണ് തുടരുന്നത്. രാജ്യാന്തര വിപണിയുടെ ചുവടുപിടിച്ച് സംസ്ഥാനത്തും കഴിഞ്ഞ ദിവസം സ്വർണം പവന് $440 കുറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് $200 കൂടി 73,880 രൂപയായി. ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ പണിക്കൂലിയും GSTയും ചേർത്ത് 80,000 രൂപയിലേറെ നൽകേണ്ടിവരും. അമേരിക്കയിൽ വിലക്കയറ്റം കൂടുമെന്ന സൂചനകൾ രാജ്യാന്തര സ്വർണ്ണവില കുറയാനിടയാക്കിയെന്നാണ് വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും സാഹചര്യങ്ങളാകും സ്വർണ്ണവില നിശ്ചയിക്കുക. സംഘർഷം രൂക്ഷമായാൽ വില വീണ്ടും ഉയരുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ബിസിനസ് ഡെസ്ക് 24. ഇനി ഇന്നത്തെ ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കും. പരമാവധി 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത. മലയാളി ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് കുവൈറ്റ് ജയിലിൽ അകപ്പെട്ട ഇടുക്കി അണക്കര സ്വദേശിനിയുടെ മോചനം വൈകുന്നു. മകന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാകാതെ ജിനുവിന് ദുരിത ജീവിതം. കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടിട്ടും നാട്ടിലെത്തിക്കാനുള്ള നടപടി ഫലം കണ്ടില്ല. സംവിധായകൻ നാദിർഷയുടെ പൂച്ച ചത്തത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ വലിഞ്ഞു മുറുകിയാൽ ഉണ്ടാകുന്ന പാടുകൾ ഇല്ലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ. പൂച്ച ചത്തതിൽ പെറ്റ് ഹോസ്പിറ്റലിനെതിരെ നാദിർഷ പരാതി ഉന്നയിച്ചിരുന്നു. ഓൺലൈൻ തട്ടിപ്പിനിരയായി ഗായിക അമൃത സുരേഷ്. അടുത്ത ബന്ധുവിന്റെ പേരിൽ വാട്സാപ്പിലൂടെ തട്ടിയെടുത്തത് 45,000 രൂപ. ഷാറൂഖ് ഖാന്റെ മുംബൈയിലെ വസതിയിൽ മുംബൈ കോർപ്പറേഷന്റെയും പരിസ്ഥിതി വകുപ്പിന്റെയും പരിശോധന. കടലിനോട് ചേർന്നുള്ള വസതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തീരസംരക്ഷണ നിയമങ്ങൾ പാലിച്ചില്ലെന്ന് പരാതി. അനുമതി ലഭിച്ചിരുന്നുവെന്ന് ഷാറൂഖിന്റെ മാനേജർ. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കഴുതേല സാറുന്ന പരിപാടിയുമായി പ്രജൻസി കണ്ണൻ. നമസ്കാരം.